അടുത്ത് നമ്മൾ പഠിക്കുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. അപ്പോ ഡിഫ്യൂഷൻ പഠിച്ചു. ഡിഫ്യൂഷൻ നമുക്ക് ആവശ്യമാണ്. ഡിഫ്യൂഷൻ വെച്ചിട്ടുള്ള, അതായത് ഡിഫ്യൂഷൻ എന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ആവശ്യമാണ്. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഡിഫ്യൂഷന്റെ ഇക്വേഷൻ, ഡിഫ്യൂഷൻ ഡെറിവേഷൻ വേണ്ട, ഡിഫ്യൂഷന്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ഫൈനൽ റിസൾട്ട് എപ്പോഴും പറയുന്ന പോലെ ഫൈനൽ റിസൾട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് ഫൈനൽ റിസൾട്ട്. പക്ഷെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ അഥവാ ഫൈനൽ റിസൾട്ട് ഇല്ലെങ്കിൽ പോലും വലിയ പ്രോബ്ലം ഇല്ല, കാര്യം അധികം സ്റ്റെപ്സ് ഇല്ല അതിന്റെ ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് പറയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആകുമ്പോൾ നമ്മളൊരു കുറച്ച് പാർട്ടിക്കിൾസ് വരുന്നു. നേരത്തെ ഡിഫ്യൂഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞപ്പോ എന്തായിരുന്നു, കുറെ പാർട്ടിക്കിൾസ് വന്നു, എന്നിട്ട് എന്ത് സംഭവിച്ചു, അത് ഡിഫ്യൂസ് ചെയ്തങ്ങ് പോയി. ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ കേസിൽ ഡിഫ്യൂഷൻ മാത്രമല്ല, അവിടെ ഒരു റീകോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡീൽ ചെയ്യും. ഒരു പാർട്ടിക്കിൾ വന്നു, നേരത്തെ ഡിഫ്യൂഷന്റെ കേസ് ആലോചിക്കുക, ഒരു അല്ലെ നമ്മൾ കൊടുത്തു, കുറച്ച് എക്സസ് കരിയേഴ്സ് കൊടുത്തു, അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒരു സ്ഥലത്ത് കുറച്ച് പാർട്ടിക്കിൾ വന്നാൽ അവിടെ കറണ്ടിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണെന്ന് നമുക്ക് കിട്ടി. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ റീകോമ്പിനേഷൻ, അവിടെ റീകോമ്പിനേഷന്റെ എഫക്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ ഒരു ഡിഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി അനാലിസിസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് important for the analysis of semiconductor. It considers the time and space variation of charge carriers simultaneously. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ടൈമും സ്പേസ് വേരിയേഷനും സെയിം ടൈം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു കറണ്ട് ചാർജ് അല്ലെങ്കിൽ കറണ്ടിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ എന്താണ് വേരിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് കാരിയേഴ്സ് with respect to time as well as with respect to distance at the same time കണ്ടുപിടിക്കാൻ പറ്റും. വേരിയേഷൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ കറണ്ട്, വേരിയേഷൻ ഓഫ് കാരിയേഴ്സ് അങ്ങനെ പറയാം, വേരിയേഷൻ ഓഫ് കാരിയേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ മെയിൻ ആയിട്ട് ഡിഫ്യൂഷനിൽ നമ്മൾ ജസ്റ്റ് വരുന്നു, അത് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്തോളൂ. ഇവിടെ എന്ന് വെച്ചാൽ റീകോമ്പിനേഷന്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ കൺസിഡർ ചെയ്യുന്നുണ്ട്, റീകോമ്പിനേഷന്റെ ഇഫക്റ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിലേ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മൊത്തം അല്ലെ എന്ത് ചേഞ്ച്, ഇപ്പൊ നമ്മൾ ചേഞ്ച് അല്ലെ പാർട്ടിക്കിളിന്റെ ചേഞ്ച് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. അപ്പൊ അതാ ഇവിടെ ഒരു എലമെന്റൽ ഒരു സ്മോൾ ഡിഫറൻഷ്യൽ എലമെന്റ് എടുത്തു. ഇവിടെ എക്സ് തൊട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഒരു ചെറിയ എലമെന്റ് ഇവിടെ എടുത്തു ആണല്ലോ. ഇവിടെ നമുക്ക് ചേഞ്ച് ആണ് അറിയേണ്ടത്. ചേഞ്ച് എന്ന് വെച്ചാൽ ഇതിലോട്ട് വരുന്നത് ജെ പി ഓഫ് എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഇതിലോട്ട് വരുന്നതിന് ജെ പി ഓഫ് എക്സ്, ഇതിലോട്ട് വരുന്ന കറണ്ടിന്റെ ഡെൻസിറ്റി ജെ പി ഓഫ് എക്സ് എന്നും ഈ ഡിഫറൻഷ്യൽ എലമെന്റ് എന്ന് പോകുന്നത് ജെ പി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നും കൺസിഡർ ചെയ്യുന്നു ആണല്ലോ. അപ്പൊ ഇതിന്റെ അകത്തുള്ള ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ അകത്തുള്ള ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ അല്ല, ഇതിന്റെ അകത്ത് ഈ ഹോൾസ്, ഇതിപ്പോ ഒരു എലമെന്റ് വെച്ച് കൺസിഡർ ചെയ്യണം. ഇത് ഒരു എലമെന്റിന്റെ അകത്ത് എത്ര ഹോൾസ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ അല്ലെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് എത്ര കരിയേഴ്സിന്റെ ചേഞ്ച് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ അകത്തോട്ട് വരുന്ന കറണ്ട് ഡെൻസിറ്റി എത്രയെന്ന് നോക്കി അകത്തോട്ട് വരുന്ന, ഓക്കെ, അത് നമുക്ക് അനാലിസിസ് മനസ്സിലാവും. പുറത്തോട്ട് പോകുന്ന കരിയേഴ്സ് നോക്കി, അകത്തോട്ട് വരുന്ന കരിയേഴ്സ് നോക്കി, പുറത്തോട്ട് പോകുന്ന കരിയേഴ്സ് നോക്കി, ഇതിന്റെ അകത്ത് എത്ര റീകമ്പൈൻ ചെയ്യുന്നതും കൂടെ നോക്കി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 100 എണ്ണം വന്നു, ഒരു 50 എണ്ണം പുറത്തു പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും 50 എണ്ണം ചേഞ്ച് ചെയ്തെന്ന്. പക്ഷെ 50 എണ്ണം ചേഞ്ച് ചെയ്യുന്ന പറയാറില്ല. ഈ വന്നതില്
ഒരു 20 റീകമ്പൈൻ ചെയ്തെങ്കിൽ പിന്നെ ഇൻഎഫക്റ്റ് എത്ര വന്നതിന് തുല്യമാവും? 30 വന്നതിന് തുല്യമാവും. ക്ലിയർ ആയോ? 100 വന്നു, 50 പോയി. അപ്പൊ 50 എന്ന് വിചാരിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ വരുന്ന 50 100 വന്ന് 50 പോയെന്ന് വെച്ചാൽ ഇൻഎഫക്റ്റ് 50 അകത്ത് കയറിയുള്ളൂ. ആ കയറിയ 50 റീകമ്പൈൻ ചെയ്യുന്ന എത്രയെന്ന് നോക്കി. 20 റീകമ്പൈൻ ചെയ്തെങ്കിൽ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ചേഞ്ച് അല്ലെ, ചേഞ്ച് ഇൻ കരിയേഴ്സ് എത്രയെന്ന് വെച്ചാൽ എത്രയായിരിക്കും? 30. ഇവിടെ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ എത്ര എണ്ണമാണ് അധികം വന്നതെന്ന് വെച്ചാൽ 30 ഇൻഎഫക്റ്റ് വന്നെന്ന് പറയാക്കുന്നത്. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഐഡിയ എന്ന് വെച്ചാൽ വരുന്നത് എത്ര, പോകുന്നത് എത്ര, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. വരുന്ന കരിയേഴ്സിന്റെ എണ്ണം, പോകുന്ന കരിയേഴ്സിന്റെ എണ്ണം, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. പിന്നെ ഈ വന്നതിൽ ഏതെങ്കിലും റീകമ്പൈൻ ചെയ്തോ നോക്കി. റീകമ്പൈൻ ചെയ്തെങ്കിൽ ആ സാധനം ഇല്ലാതാവേണം. അപ്പൊ റീകമ്പൈൻ ചെയ്തത് എത്രയെന്നുള്ളത് കൂടെ കുറയ്ക്കുക. എന്ത് സംഭവിക്കും? മൊത്തത്തിൽ അവിടെ എത്ര ചേഞ്ച് വന്നു അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞ 100 വന്നു, 50 പോയി, എങ്കിൽ 50 വന്നിട്ടുണ്ട്. പക്ഷെ എഫക്റ്റീവ്ലി എത്ര വന്നു വെച്ചാൽ ആ വന്ന 50 എത്ര റീകമ്പൈൻ ചെയ്തു. അപ്പൊ എത്ര റീകമ്പൈൻ ചെയ്തെന്ന് നോക്കുന്നു. റീകമ്പൈൻ ചെയ്ത 20 ആയിരുന്നെങ്കിൽ 30 ചേഞ്ച് അവിടെ ഉണ്ടായി. 30 ചേഞ്ച് അവിടെ ഉണ്ടായി. ക്ലിയർ ആണല്ലോ? അപ്പോ ഇതതിന്റെ ഇപ്പൊ നമ്മൾ എടുത്ത കാര്യം തന്നെയാണ് പറയുന്നത്. കൺസിഡർ ഡിഫറൻഷ്യൽ ലെങ്ത് എടുത്തു. ദി ഹോൾ കറണ്ട് ലിവിങ് പുറത്തു പോകുന്ന ഹോൾ കറണ്ട് ഡെൻസിറ്റിയാണ്. പുറത്തു പോകുന്നത് JP(x+Δx)ഉം അകത്തോട്ട് വരുന്ന JP(x) എന്ന് പറഞ്ഞു എടുത്തു. ഓക്കെ. പിന്നെ അതിന്റെ വാല്യൂ JP(x+Δx)ഉം JPX-ഉം ഈ പുറത്തു പോകുന്ന ഏതാണ് കൂടുതൽ കുറവെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? ജനറേഷൻ ആണോ റീകോമ്പിനേഷൻ ആണോ അതിന്റെ അകത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ജനറേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ കരിയേഴ്സ് കൂടും, റീകോമ്പിനേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ കരിയർ കുറയും. അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? ജനറേഷൻ ആണോ റീകോമ്പിനേഷൻ ആണോ കൂടുതലുള്ളത് എന്ന് അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ നെറ്റ് ഇൻക്രീസ് എന്നുള്ള ഓക്കെ, അത് പോട്ടെ, നമ്മൾ അതിലോട്ട് എത്തും. അപ്പൊ അത് ജസ്റ്റ് അവരെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള ഡെറിവേഷനിലോട്ട് പോവാം. ഇതിലോട്ട് നമ്മൾ എത്തിച്ചേരും കേട്ടോ, ഇതിലോട്ട് നമ്മൾ അവസാനം എത്തിച്ചേരും. ഇത് അവര് ഡയറക്റ്റ് ആ ഇക്വേഷൻ എഴുതിയിരിക്കുന്നതിന് നമുക്ക് അതിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പൊ റേറ്റ് ഓഫ് ഹോൾസ് എൻറ്ററിങ്, നമുക്ക് എത്രയാണ് ഹോൾസ്, നമുക്ക് ഒരു ഹോൾസിന്റെ എണ്ണം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹോൾസ്, നമുക്ക് ഏതിന്റെ റേറ്റ് ചോദിച്ചാലും അതിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഹോൾസ് എന്ന് വെച്ചാൽ എത്ര ഹോൾസ് ഇത്ര ടൈമിനുള്ളിൽ, പെർ ടൈം അല്ലെ, നമ്പർ ഓഫ് ഹോൾസ് പെർ ടൈം, അതിനെയാണ് റേറ്റ് ഓഫ് ഹോൾസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ ടൈമിനെയാണ് റേറ്റ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെർ ടൈം അല്ലെ. റേറ്റ് എന്ന് വെച്ചാൽ പെർ ടൈം ആണ്. അത് ഏതിന്റെ റേറ്റ് ആണെങ്കിലും, ഇപ്പൊ സാമ്പിളിംഗ് റേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ സാമ്പിളിംഗ് റേറ്റ് വെച്ചാൽ നമ്പർ ഓഫ് സാമ്പിൾസ് പെർ ടൈം. അപ്പൊ ആ രീതിയിൽ അല്ലെ. റേറ്റ് ഓഫ് ഹോൾസ് എന്ന് വെച്ചാൽ ഹോൾസിന്റെ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഹോൾസ് പെർ ടൈം. അപ്പൊ ഇവിടെ അതല്ല, നമ്പർ ഓഫ് റേറ്റ് ഓഫ് ഹോൾസ് എൻട്രിങ് ഓർ ലീവിങ്, അത് പോട്ടെ. റേറ്റ് ഓഫ് ഹോൾസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം, പെർ വോളിയം ആണ്, പെർ യൂണിറ്റ് വോളിയം. റേറ്റ് ഓഫ് ഹോൾസ് പെർ യൂണിറ്റ് വോളിയം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നമ്പർ ഓഫ് ഹോൾസ് ബൈ ടൈം. അതാണ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. റേറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹോൾസ് പെർ ടൈം ആണല്ലോ. പെർ യൂണിറ്റ് വോളിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം പെർ യൂണിറ്റ് വോളിയം അതും കൂടെ വരും. അപ്പൊ അതെന്ത് കിട്ടും? നെറ്റ് നമ്പർ ഓഫ് ഹോൾസ് പെർ ടൈം ഇൻറ്റു വോളിയം. ഓക്കെ, അത് കൺഫ്യൂഷൻ ഇല്ല. ഇനി അപ്പൊ നെറ്റ് നമ്പർ ഓഫ് ഹോൾസ് ബൈ ടൈം. ഇനി വോളിയത്തിന് നമുക്ക് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം അല്ലെ. വോളിയത്തിന് എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, വോളിയം വെച്ചിട്ട് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെ. അപ്പോഴല്ലേ ലെങ്തും ബ്രെഡ്ത്തും, ഏരിയ എന്ന് വെച്ചാൽ ലെങ്തും ബ്രെഡ്ത്തും ആലോചിക്കുക, വോളിയം എന്ന് വെച്ചാൽ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, ആ രീതി ആലോചിച്ച് നോക്കിയേ. വോളിയം വെച്ചിട്ട് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ. ഇനി ഇതിൽ നെറ്റ് നമ്പർ ഓഫ് ഹോൾസ് പെർ ടൈം പെർ ഏരിയ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നു അത്? ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അപ്പൊ ഈ നേരത്തെ പഠിപ്പിക്കുന്നത് നോക്കിയിട്ട് വരാൻ പറയുന്നതിന്റെ കാര്യം അതാണ്. കണ്ടിന്യൂവേഷൻ ഉണ്ടാവും അവിടെ, ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. നോക്കിയേ,
ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, നെറ്റ് നമ്പർ ഓഫ് കരിയേഴ്സ് പെർ ടൈം ഇൻറ്റു ഏരിയ. ഇതെന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഈ നെറ്റ് നമ്പർ ഓഫ് ഹോൾസ് അല്ലെങ്കിൽ കരിയേഴ്സ് പെർ ടൈം പെർ ഏരിയ, അതായത് ഇത്രയും സാധനത്തിന് വരെ നമുക്ക് എന്ത് എഴുതാം? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് എഴുതാം. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ റേറ്റ് ഓഫ് ഹോൾസ് എൻട്രിങ് ഓർ ലിവിംഗ് പെർ വോളിയം ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ ആണല്ലോ. ഇനി കറണ്ട് ഡെൻസിറ്റി അല്ലെ, കറണ്ട് ഡെൻസിറ്റി ജെ പി, കറണ്ട് ഡെൻസിറ്റി ഓഫ് ഹോൾസ് ജെ പി എന്ന് പറഞ്ഞാൽ പഠിച്ചതാണ്. ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ചാർജ്, ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ചാർജ് ഗീവ്സ് ദി കറണ്ട് ഡെൻസിറ്റി. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടത്തെ ചാർജ് ഹോൾസ് ആയതുകൊണ്ട് ക്യൂ തന്നെയാണ്. ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഹോൾസിനെ ഫൈ ഓഫ് പി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഫൈ ഓഫ് പി ഇസിക്കൽ ജെ പി ബൈ ക്യൂ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 5p ബൈ ഡെൽറ്റ എക്സ് ആണ്. 5p ബൈ ഡെൽറ്റ എക്സ്, 5p ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ പി ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ചുരുക്കി പറഞ്ഞ നെറ്റ് നമ്പർ ഓഫ് ഹോൾസ് എൻട്രിങ് ഓർ ലിവിംഗ് പെർ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് എന്താന്ന് കിട്ടി? ഡെൽറ്റ പി ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. അത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ എക്സ് എന്താണ്? ഇസ് ഈക്വൽ ടു ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ് ആണ്. ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മൾ ആ ഡയഗ്രാം കൂടെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത്, ഇപ്പൊ ജെ പി എക്സ് ഈ വരുന്ന കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ട് അല്ലെ, ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി നമ്പർ ഓഫ് ഹോൾസ് എൻട്രിങ് പെർ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ വാല്യൂ എന്താണ്? അതിന്റെ വാല്യൂ ആണ് ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ്. ഇൻ ടേംസ് ഓഫ് ജെ പി ആണ് കണ്ടുപിടിച്ചത്. കറണ്ട് ഡെൻസിറ്റി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എന്താണ് കിട്ടിയത്? 5p ബൈ ഡെൽറ്റ എക്സ്. 5p ബൈ ഡെൽറ്റ എക്സ് ആണ് ഇതെന്ന് കിട്ടിയത്. 5p ബൈ ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ് നമ്പർ ഓഫ് അല്ലെ, സോറി, റേറ്റ് ഓഫ് ഹോൾസ് എൻട്രിങ് ഓർ ലീവിങ്. അപ്പൊ എത്ര ഹോൾസ് ആണ് എൻട്രിങ് അല്ലെങ്കിൽ ലീവിങ് പെർ വോളിയം, ഒരു വോളിയത്തിലോട്ട് വരുന്ന ഹോൾസിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. അതാണ് ഏത് ഇക്വേഷൻ? ഈ ഇക്വേഷൻ. അപ്പോൾ നമ്പർ ഓഫ് ഹോൾസ് എൻട്രിങ്, അപ്പോൾ നമ്മൾ ഡയഗ്രാം കൂടെ വെച്ചിട്ട് നോക്കാം. ഈ ജെ പി, അപ്പൊ നമ്പർ ഓഫ് ഹോൾസ് എൻട്രിങ്ങിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്? ടു ദിസ് ഡിഫറൻഷ്യൽ വോളിയം. ഈ ഡിഫറൻഷ്യൽ വോളിയത്തിലോട്ട് നമ്പർ ഓഫ് ഹോൾസ് എത്രയാണ് എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹോൾസ് എത്രയെന്ന് ചോദിച്ചാൽ ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ കയറുന്ന ഹോളിന്റെ എണ്ണം എന്താണ്? ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ് ആണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഹോളിന്റെ എണ്ണം എത്രയാന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ്, അപ്പൊ ഇവിടെ ഇറങ്ങിപ്പോകുന്ന കറണ്ട് ഡെൻസിറ്റി എത്രയാണ്? ജെ പി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ എന്ത് കിട്ടും? ജെ പി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. എന്താ നോക്കിയേ അല്ലെ, കയറി പോകുന്നതിന്റെ ഇക്വേഷൻ ആണ് ഈ സാധനം ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ്. അപ്പൊ ജെ പി ബൈ ക്യൂ ഡെൽറ്റ എക്സ്. ഇറങ്ങി പോകുന്നതിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ജെ പി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ക്യൂ ഡെൽറ്റ എക്സ്. ഇത് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഇത് മാത്രമല്ല, ഇവിടെ വരുന്നതിന്റെ റേറ്റ് ഓഫ് ഹോള് കണ്ടുപിടിച്ചു. ഇവിടെ വരുന്ന റേറ്റ് ഓഫ് ഹോള് കിട്ടി, എൻട്രിങ് കിട്ടി, റേറ്റ് ഓഫ് ഹോൾ ലിവിങ് കിട്ടി. ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. റേറ്റ് ഓഫ് ഹോൾസും കണ്ടുപിടിച്ചു, റേറ്റ് ഓഫ് ഹോൾസ് ലിവിങ്ങും കണ്ടുപിടിച്ചു. അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇത് മാത്രം പോരാ. എക്സസ് കരിയേഴ്സ്, ഇവിടെ എത്ര എക്സസ് കരിയേഴ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു, വരുന്നത് മൈനസ് പോകുന്നത് ഇത്രയും പോരാ, റീകമ്പൈൻ ചെയ്യുന്നതും കൂടെ കുറയ്ക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എന്ത് കിട്ടിയത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹോൾസ് എന്ന് വെച്ചാൽ വരുന്നത് മൈനസ് പോകുന്നത് മൈനസ് റീകോമ്പിനേഷൻ. ഇതിനെ ഈ ഡെൽറ്റ പി ബൈ ടോ പി ആണ് റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയുന്നത്. റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ തന്നെ ജസ്റ്റ് നോക്കുക, നമ്മൾ ലോജിക്കായിട്ട് ആലോചിക്കുക. കരിയേഴ്സ് കൂടുന്നതനുസരിച്ച് റീകോമ്പിനേഷൻ കൂടും. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. കരിയേഴ്സിന്റെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? റീകോമ്പിനേഷൻ കൂടും. ഇതെന്താണ്? മൈനോറിറ്റി കരിയർ ലൈഫ് ടൈം ആണ് അല്ലെ, അല്ലെങ്കിൽ ലൈഫ് ടൈം ഓഫ് ഹോൾസ് ആണ്. ലൈഫ് ടൈം ഓഫ് ഹോൾ എന്താണ്? ഹോളിന്റെ ഇത് റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയാൻ കാരണം എണ്ണം കൂടുന്നതനുസരിച്ച് റീകോമ്പിനേഷൻ കൂടും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. ഡെൽറ്റ പി കൂടുന്നതനുസരിച്ച് റീകോമ്പിനേഷൻ കൂടും. ഇനി ടോപ്പി എന്ന് വെച്ചാൽ രണ്ടെണ്ണം തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള ടൈമാണ് അല്ലെ. രണ്ടെണ്ണം തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള ആവറേജ് ടൈമിനല്ലേ ടോപ്പി എന്ന് പറയുന്നത്, രണ്ട് ഹോൾസ് തമ്മിൽ. അപ്പോ ആ ടൈം കൂടുന്നു. ആ ടൈം കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റീകോമ്പിനേഷൻ കുറയും. സോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് പറയാം? റീകോമ്പിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോപ്പി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
റീകോമ്പിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി. എക്സസ് കാരിയേഴ്സ് കൂടുന്നതനുസരിച്ച് റീകോമ്പിനേഷൻ കൂടുകയും കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുന്നതനുസരിച്ച് റീകോമ്പിനേഷൻ കുറയുകയും ചെയ്യും അല്ലെ. കാരണം എന്താണ്, രണ്ടെണ്ണം തമ്മിൽ കൊളൈഡ് ചെയ്താൽ അല്ലെങ്കിൽ മീറ്റ് ചെയ്താൽ മാത്രമേ അവിടെ റീകോമ്പിനേഷൻ പോസിബിൾ ഉള്ളൂ. സോ ദിസ് ഈസ് നോൺ ആസ് റീകോമ്പിനേഷൻ റേറ്റ്. ഒരു കാര്യം ഓർക്കുക, ഇവിടെ ഒരു രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ തന്നെ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യാം. റീകോമ്പിനേഷൻ ആസ് വെൽ ആസ് ജനറേഷന് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. കാരണം ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, കരിയേഴ്സ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കരിയേഴ്സ് വന്ന് കൊളൈഡ് ചെയ്ത് മോർ കരിയേഴ്സ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇക്വേഷന് റീകോമ്പിനേഷനും യൂസ് ചെയ്യാം, ജനറേഷനും യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോ റീകോമ്പിനേഷന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് റീകോമ്പിനേഷൻ വന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എക്സസ് കരിയേഴ്സ് കൂടിയാൽ റീകോമ്പിനേഷൻ ഉണ്ടാവും. എക്സസ് കരിയേഴ്സ് കൊളൈഡ് ചെയ്യുന്ന ടൈം കൂടിയാൽ അത്ര കൊളിഷൻ കുറവായിരിക്കും, റീകോമ്പിനേഷൻ കുറയും. അതായത് ഡിനോമിനേറ്റർ കൂടിയാൽ മൊത്തത്തിൽ വാല്യൂ കുറയും, ന്യൂമറേറ്റർ കൂടിയാൽ മൊത്തത്തിൽ വാല്യൂ കൂടും. അത് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടത്തെ ചേഞ്ച് ഓഫ് ഹോൾസിന്റെ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? വരുന്നതിന്റെ എണ്ണം മൈനസ് പോകുന്നതിന്റെ എണ്ണം മൈനസ് റീകോമ്പിനേഷൻ എണ്ണം. അത് ഇത്രയും കൂടെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹോൾസ്. ആ ഡിഫറൻഷ്യൽ വോളിയത്തിന്റെ കാര്യമാണ് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹോൾസ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഡിഫറൻഷ്യൽ വോളിയത്തിലോട്ട് വരുന്നതിന്റെ എണ്ണം മൈനസ് പോകുന്നതിന്റെ എണ്ണം മൈനസ് റീകോമ്പിനേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്ന് 1/q കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ജെ പി ഓഫ് എക്സ് മൈനസ് ജെ പി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് മൈനസ് ഡെൽ പി ബൈ ടോ പി. ഡെൽ പി ബൈ ടോ പി, വേർ ഡെൽ പി ബൈ ടോ പി is the recombination rate. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ശരി, ഇനി നമുക്ക് ഇത് ജനറൽ ഇക്വേഷനിലോട്ടാണ് പോകുന്നത്. ജനറൽ ഇക്വേഷൻ ആകുമ്പോൾ നമുക്ക് അറിയാം എന്താണ് അല്ലെ, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണ് കേട്ടോ. ഇവിടെ ലിമിറ്റ് ഡെൽറ്റ എക്സ്റ്റെൻസ് ടു 0. ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതാണ്. കാരണം ഡിഫറൻഷ്യൽ വോളിയം ആണ് എടുത്തത്. ഡിഫറൻഷ്യൽ വോളിയത്തിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് മൊത്തത്തിൽ തന്നെ വളരെ ചെറുതാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡിഫറൻഷ്യൽ വോളിയം എടുക്കുമ്പോൾ ഡെൽറ്റ എക്സ് ദി വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 തന്നെയാണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് നമ്മൾ ജനറലി ഡിഫറൻഷ്യലിന്റെ ഇക്വേഷൻ. ഡോ എഫ് ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ തിരിച്ചാണല്ലേ, ജെ പി എക്സ് മൈനസ് ജെ പി എക്സ് ആണ്. അപ്പൊ ഒരു മൈനസ് പുറത്തെടുക്കാം. നമ്മൾ സിമിലർ അനാലിസിസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൈനസ് പുറത്തെടുത്തു. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളൊരു മൈനസ് പുറത്തെടുത്താൽ എന്ത് കിട്ടും? മൈനസ് 1/q ഇൻറ്റു ജെ പി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജെ പി എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അതെന്ത് കിട്ടും? മൈനസ് 1/q ഇൻറ്റു ഡെൽറ്റ ജെ പി എക്സ് അല്ലെ ജെ പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോറി, ഡെൽറ്റ ജെ പി ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ? ഡോ പി ബൈ ഡോ ടി is മൈനസ് 1/q ഡെൽറ്റ ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ പി മൈനസ് ഡോ പി ബൈ ഡോ പി എന്ന് കിട്ടും. ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പാർഷ്യൽ ഡെറിവേറ്റീവും ഫുൾ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡിഫ്യൂഷന്റെ കേസിൽ നമ്മൾ പഠിച്ചു എന്താണ്? ദി ചേഞ്ച് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അതായത് നമ്മള് ചേഞ്ച് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷന്റെ ചേഞ്ച്. ഇപ്പൊ നമ്മൾ ഹോൾ, ഇവിടത്തെ കേസിൽ ഹോൾ ആണ് പറയുന്നത്. ഹോളിന്റെ ചേഞ്ച് എന്ന് വെച്ചാൽ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹോളിന്റെ ചേഞ്ച് രണ്ട് സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു ഡിഫ്യൂഷനിൽ. ആ ഡയഗ്രാം ആലോചിക്കുക. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്താണ്? അതിന്റെ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവും. അതേപോലെ എന്ത് സംഭവിക്കും? ടൈം അനുസരിച്ചും എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. ഡിസ്റ്റൻസ് കൂടുന്ന, ഇതാണ് എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഉണ്ടാകും കോൺസെൻട്രേഷന് വ്യത്യാസമുണ്ട്. അതേപോലെയാണ് ടൈം T1 T2 T3 അനുസരിച്ചും കോൺസെൻട്രേഷന് വ്യത്യാസമുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് യൂസ്ഡ് വെൻ ദി ചേഞ്ച് ഈസ് ബിക്കോസ് ഓഫ്
2 or more വേരിയബിൾസ്, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന്റെ എല്ലാം ചേഞ്ച് എന്തിനനുസരിച്ചാണ്? ഇറ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് ഡിസ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? സോറി, അതെ കറക്റ്റ്, ഡിസ്റ്റൻസ് ആസ് വെൽ ആസ് ടൈം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഡോ ബൈ ഡോ ടി ഓഫ് പി, പിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം? P0 പ്ലസ് ഡെൽറ്റ പി എഴുതാം. ബാക്കി സെയിം തന്നെയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചേഞ്ച് ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡോ P0 ബൈ ഡോ ടി എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് 0. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് എന്തായി മാറി? ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു -1 ബൈ ക്യൂ ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ പി മൈനസ് ഡെൽറ്റ പി ബൈ ഡോ പി. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് ഹോൾസ്. ഇത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് ഹോൾസ് ഇതാണ്. ഫോർ ഇലക്ട്രോൺ എന്താണ്? നമ്മൾ ആ ക്യൂവിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ഫോർ ഇലക്ട്രോൺ ക്യൂ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് ക്യൂ. അപ്പോ ഇലക്ട്രോണിന്റെ കേസിൽ 1 ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ ബൈ ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ എൻ മൈനസ് ഡെൽറ്റ എൻ ബൈ ഡോ എൻ. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ്, ദിസ് ഈസ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Next, we are dealing with diffusion equation. ഈ ഡിഫ്യൂഷൻ ഇക്വേഷൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കാര്യം ഓർക്കുക, എക്സാമിന് ഡിഫ്യൂഷൻ ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് മാത്രം എഴുതി വെച്ച് കളയരുത്. ഡിഫ്യൂഷൻ ഇക്വേഷൻ ചോദിച്ചാൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് ഡിഫ്യൂഷൻ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ ഇക്വേഷൻ ആകുമ്പോൾ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. കണ്ടീഷൻ ഇതാണ്, when the current is carried strictly by diffusion. current is carried strictly by diffusion. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് ഇല്ല എന്നാണ് അസ്യൂം ചെയ്യണം കേട്ടോ, ഒരിക്കലും ഇല്ലെന്നല്ല. when the current is carried strictly by diffusion, that means we can neglect the drift current. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഡെൻസിറ്റി ജെ പി, നേരത്തെ നമ്മൾ എല്ലാത്തിനും എഴുതിയിരിക്കുന്നത് ജെ പി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഹോൾസ്, കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഹോൾസ് ഡിപ്പെൻഡ്സ് ഓൺ ഡിപ്പെൻഡ്സ് ഓൺ ഡ്രിഫ്റ്റ് ആസ് വെൽ ആസ് ഡിഫ്യൂഷൻ. ഇവിടെ ഡ്രിഫ്റ്റിനെയും ഡിഫ്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഡെൻസിറ്റി ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു, അതിന്റെ നമ്മൾ ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷനൊക്കെ ഓർക്കുക. ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ആ രീതി പഠിച്ചിട്ട് വരിക. അല്ല നിങ്ങൾ ഈ SSTയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഒരു ദിവസം ഒരു ഇക്വേഷനോ 2 ഇക്വേഷനേ മാക്സിമം വരുന്നുള്ളൂ, പക്ഷെ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ആണെന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡ്രിഫ്റ്റ് ആസ് വെൽ ആസ് ഡിഫ്യൂഷൻ. ഇപ്പൊ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? ഹിയർ വി ഹാവ് ടേക്കൺ ദാറ്റ് കറണ്ട് ഡെൻസിറ്റി ഈസ് സ്ട്രിക്ട്ലി ബൈ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ വെച്ചാണ് നമ്മൾ സ്ട്രിക്ട്ലി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ജെ എൻ ഓഫ് ഡിഫ്യൂഷൻ. അപ്പൊ ജെ എൻ എന്ന് വെച്ചാൽ എന്തായി മാറി? കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓൺലി. ജെ എൻ ബിക്കംസ് ഓൺലി ഡ്യൂ ടു ഡിഫ്യൂഷൻ. അതുകൊണ്ടാണ് ജെ എൻ ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷന്റെ ഇക്വേഷൻ എന്താണ്? ഇപ്പം തന്നെ അറിയുക. എന്താണ് ഡിഫ്യൂഷന്റെ ഇക്വേഷൻ? റോൾ നമ്പർ 6 പറഞ്ഞ ഡിഫ്യൂഷന്റെ ഇക്വേഷൻ ആലോചിച്ച് പറ. ഇവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നോക്കി ഒന്ന് വായിച്ചാലും മതി. റോൾ നമ്പർ 6. പറഞ്ഞോ. അല്ല, കറണ്ട് ഡെൻസിറ്റി കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ, അതായത് ജെ എൻ ഓഫ് ഡിഫ്യൂഷൻ ആണ് ഞാൻ അതെ അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് ഓക്കെ, താങ്ക് യു. അപ്പൊ അതിൽ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ഇക്വേഷൻസ് പഠിക്കണം. അത് വേണമെങ്കിൽ ഞാൻ ഇക്വേഷൻസ് മാത്രമായിട്ട് എഴുതി തരാം. ഓക്കെ, അപ്പോ ഡിഫ്യൂഷന്റെ ഇക്വേഷൻ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഡിഫ്യൂഷൻ അപ്പോഴേ ഓർമ്മ വരണം. നമ്മൾ അതിൽ കറണ്ട് ഡെൻസിറ്റി ഓഫ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ അപ്പോഴേ ഓർമ്മ വരണം. ക്യൂ ഡി എൻ പിന്നെ ചേഞ്ച്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫ്യൂഷൻ ഈസ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് കാരിയേഴ്സ് ആണ് അല്ലെ.
അല്ല, ഡിഫ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ കരിയേഴ്സിന് ചേഞ്ച് ഉണ്ടായിരിക്കണം. അല്ല കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ there is no diffusion. ഉള്ള എല്ലായിടത്തും ഒരേ കരിയേഴ്സ്, ഒരു മൂവ്മെന്റ് ഉണ്ടാവത്തില്ല, there is no diffusion. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴേ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. പിന്നെ വരുന്ന ടേം QDN മാത്രമാണ്. ഓക്കെ. അപ്പൊ അതേപോലെ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു NQ μe, അതും ഓർമ്മ വേണം. NQ μe, N നമ്പർ Q ചാർജ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇത് ഓർക്കാൻ എളുപ്പത്തിന് പറഞ്ഞാണ്, അതുകൊണ്ട് Q എന്ന് വെച്ചാൽ പ്ലസ് മൈനസ് ഒന്നും കൊടുക്കണ്ട, NQ μe അത്രേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും ഒക്കെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഡിഫ്യൂഷൻ മാത്രമായിട്ടാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ JN എന്തായി മാറി, QDN ഇതായി. അപ്പൊ ആ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഏത് ഇക്വേഷനിലോട്ടാണ്, നമ്മള് ഇതാണ് ഹോളിന്റെ ഇക്വേഷൻ ആണ് എഴുതിയത്. 1/Q ∂/∂x. അപ്പൊ ∂/∂x ഓഫ് JN ന്റെ സ്ഥാനത്താണ് ഈ പറഞ്ഞ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ 1/Q ∂/∂x ഓഫ് JN വരെ QDN ഇൻറ്റു ഡെൽറ്റ ∂/∂x ഓഫ് ഡെൽറ്റ N ഉണ്ട്. അപ്പോ ഇനി ഇവിടെ ഒരു ടേമും കൂടെ വരുന്നുണ്ട്, അത് എഴുതിയപ്പോ സ്കിപ്പ് ആയതാണ് അല്ലെ. എന്താണ് അവിടെ വരുന്ന ടേം? അത് വേറെ ഒന്നുമില്ല, ഈ ∂N/Δx കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമ്മൾ എഴുതിയപ്പോൾ വിട്ടു വേണം, മൈനസ് ∂N/∂n ഇതും കൂടെ ഉണ്ട്. ആ ടേം വിട്ടുപോയതാണ്, കാര്യം നമ്മൾ ആ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉറപ്പായിട്ടും അതാണ് വരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു, ഇനി ഈ DN കോൺസ്റ്റന്റ് ആണ്, DN പുറത്തെടുത്തു, ഈ ക്യൂവും തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പൊ DN ഇനി പുറത്തെടുത്തു. DN ഇൻറ്റു ∂/∂x ഓഫ് ഡെൽറ്റ N, ∂2/∂x2 ഓഫ് ഡെൽറ്റ N ഈ ടേം കിട്ടി. മറ്റേ ബാക്കി അവിടെ ഉള്ള ടേം അവിടെ തന്നെ ഉണ്ട്, മൈനസ് ∂N/∂n. അപ്പൊ ഇതിനെയാണ് ഡിഫ്യൂഷൻ ഇക്വേഷൻ ഓഫ് ഹോൾസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സിമിലർലി ഡിഫ്യൂഷൻ ഇക്വേഷൻ ഓഫ് ഹോൾ എന്താണ്, ഡിഫ്യൂഷൻ ഇക്വേഷൻ ഓഫ് ഹോൾ എന്ത് കിട്ടും, ∂/∂t ഓഫ് ഡെൽറ്റ P is equal to dP ഇൻറ്റു ഇത് കിട്ടും. കാര്യം ഇവിടെ Q വന്ന് വരുന്ന കേസൊന്നും വരുന്നില്ല. സോ ഇവിടെ dP ∂2/∂x2 ഓഫ് ഡെൽറ്റ P മൈനസ് ഇത് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനാണ് ഡിഫ്യൂഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ ഇക്വേഷന്റെ ഡെറിവേഷൻ കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് നമുക്കുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് കരിയർ ഇൻജെക്ഷനും ഡിഫ്യൂഷൻ ലെങ്തും ആണ്. അത് നമുക്ക്